2000 വർഷങ്ങൾക്കപ്പുറം മാലാഖമാർ ഒരു പാതിരാവിൽ ഇങ്ങനെ ഉദ്ഘോഷിച്ചു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, നിങ്ങൾക്കായി ഒരു രക്ഷകൻ അവതരിച്ചിരിക്കുന്നു. ആദ്യ മാതാപിതാക്കൾ ആദ്യ പാപത്തിലൂടെ പറുദീസ നഷ്ടപ്പെടുത്തിയപ്പോൾ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ ജനിച്ച ദിവസം ക്രിസ്തുമസ്. അടിമത്തത്തിലും പാപത്തിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രത്യാശ നൽകിയ വലിയ ദിവസം ക്രിസ്തുമസ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലം ഒരു രക്ഷാകര അനുഭവത്തിൻ്റെ ദിവസവും കാലങ്ങളും ദിവസങ്ങളുമാണ്. ശാലോം ടിവിക്കൊപ്പം മെനിൻ കാസക്കും ഒന്നു ചേർന്ന് നിങ്ങൾക്കും ആ രക്ഷാകര അനുഭവം പകരുന്നു ജിംഗിൾ വൈബ്സിലൂടെ. ക്രൂശിതനെ കണ്ടു ഞാനും പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനും വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനും പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനും വേദനയിൽ. ഓശാന വീതിയിലെ ഗീതികൾ ഞാൻ കേട്ടു, കാൽവരി കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. ഓശാന വീതിയിലെ ഗീതികൾ ഞാൻ കേട്ടു, കാൽവരി കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. യേശുവേ, നിൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിനാഴം കണ്ടു ഞാൻ. കാണാകണം കാണാകണം കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ കടലിനു മീതെ നടന്നു പോയവൻ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവൻ, പാപികളെ മാറോടു ചേർത്തണച്ചവൻ, അന്ധർക്കു കാഴ്ചയേകി ബധിരർക്കു കേൾവിയും, മൃതനായ ലാസറിനെ ഉയർപ്പിച്ചതും നീ. അന്ധർക്കു കാഴ്ചയേകി ബധിരർക്കു കേൾവിയും, മൃതനായ ലാസറിനെ ഉയർപ്പിച്ചതും. യേശുവേ, നിൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിനാഴം കണ്ടു ഞാൻ. പമഗമപ പമഗമപ സനിധ പമപ ദദ പമപ ഗമഗരി. പമഗമപ പമഗമപ സനിധ പമപ ദദ പമപ ഗമഗരി. പാടുപീഠങ്ങളാൽ പീഡഞ്ഞവൻ, പരിഹാസപാത്രമായി മാറിയവൻ, ക്രൂശിൽ നമുക്കായി ബലിയ
മൂന്നാം നാളുത്ഥാനം ചെയ്തവൻ അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നവൻ കുർബാനയായി നിത്യം കരുതുന്നവൻ. അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നവൻ കുർബാനയായി നിത്യം കരുതുന്നവൻ. യേശുവേ നിൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ നിൻ ത്യാഗത്തിനാഴം കണ്ടു ഞാൻ. ക്രൂശിതനെ കണ്ടു ഞാൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാൻ വേദനയിൽ. ഓശാന വീതിയിലെ ഗീതികൾ ഞാൻ കേട്ടു. കാൽവരിക്കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. യേശുവേ നിൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ നിൻ ത്യാഗത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ നിൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. യേശുവേ നിൻ ത്യാഗത്തിനാഴം കണ്ടു ഞാൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതതികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ, എൻ്റെ നാമത്തിൽ അവരെ മാമോദിസ നൽകുവിൻ. ഈശോ മിശിഹ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ. 1855 ആണ്ടിൽ മാന്നാനം കുന്നിൽ വിശുദ്ധ ചാവറപ്പിതാവും മറ്റു 10 സഹോദരങ്ങളും ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവൻ തിരുനാളിന് ശേഷം അന്ന് ആദ്യവ്രതം ചെയ്ത് സന്യാസം തിരഞ്ഞെടുത്തിട്ട് അവർ ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥനയിലായിരുന്നു. 1856 ആണ്ടിൽ അവർ ഒന്നുചേർന്ന് തുടങ്ങിയ ആദ്യത്തെ ശുശ്രൂഷയായിരുന്നു വചന പ്രഘോഷണം. കേരളക്കരയിൽ ഓടി നടന്ന ആദ്യമായി വചനം പ്രഘോഷിച്ച ചാവറപ്പിതാവും കൂട്ടുകാരുമായിരുന്നു. ഇന്ന് അതേ വചനപ്രഘോഷണ ശുശ്രൂഷ തുടരുന്ന മറ്റൊരു ചാവറപ്പിതാവിൻ്റെ മകനാണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട ജോൺ കണ്ടങ്കരേച്ചൻ മൈസൂരിൽ നിന്ന് വരുന്നു. അച്ഛൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളൂ. ഞാൻ ഫാദർ ജോൺ കണ്ടങ്കരി CMI. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ പേരട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ CMI സഭയിലെ മൈസൂർ പ്രോവിൻസിൻ്റെ അംഗമാണ്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് കർണാടകയിലുള്ള ബെൽത്തങ്ങടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ രൂപതയിൽ കക്കിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ്. അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അതിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോണച്ചൻ ഫിലോസഫി കാലത്ത് ബാംഗ്ലൂർ എൻ്റെ ജസ്റ്റ് ജൂനിയർ ആയിരുന്നു. അന്നൊക്കെ ധർമാരാമൽ ഓർക്കസ്ട്രയിലൊക്കെ ഭയങ്കര സെലിബ്രിറ്റി പാട്ടുകാരായിരുന്നു. അന്ന് മലയാളവും അതുപോലെ തന്നെ കന്നഡ പാട്ടുകളൊക്കെ വലിയ സിനിമാ പാട്ടുകളൊക്കെ പാടി ഭയങ്കര സ്റ്റാറാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജോണച്ചനതിന് ശേഷം ഒരു ധ്യാനഗുരുവൊക്കെ മാറുമെന്ന്. ഈ ഒരു ട്രാൻസിഷൻ ഒന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വൈദികനായി തീരുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പള്ളിയിൽ വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ആശീർവാദം എത്തി. അപ്പോൾ അച്ഛനിങ്ങനെ കുരിശടയാളം വഴിയായി എന്നുള്ള പാട്ട് പാടി ഇപ്പോഴും എപ്പോഴും എന്നേക്കുന്ന അച്ഛനിങ്ങനെ ആശീർവദിച്ചപ്പോൾ ഞാനും താഴെ നിന്നുകൊണ്ട് അറിയാതെ ഇങ്ങനെ എപ്പോഴും എന്നേക്കുന്ന ആശീർവദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന കൂട്ടുകാരിൽ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു. പക്ഷെ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഞാനും അച്ഛനാകുമ്പോൾ ഇതുപോലെ ആശീർവാദം കൊടുക്കണമല്ലോ എന്നങ്ങ് ചിന്തിച്ചു പോയി. ഇത് പണ്ടേ പ്രാക്ടീസ് തുടങ്ങിയാണല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ വീട്ടിൽ എൻ്റെ നെഫ്യൂ ഉണ്ട്, അവനും ഇങ്ങനെ ചെറുപ്പം പയ്യൻ, അവൻ അച്ഛനാണെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാത്രം കഴുകുകയാണ്. പയ്യൻ അവനിങ്ങനെ തട്ടേ കയറി ഇന്ന് പാത്രം കഴുകുകയാണ്. അപ്പോഴത്തേക്ക് ചേച്ചി പറയണത് നീ കഴുകണ്ട. അല്ല, ഞാനിത് കഴുകണം, കാരണം മാമൻ പറഞ്ഞിട്ടുണ്ട് സെമിനാരിൽ പോകുമ്പോൾ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ കുഞ്ഞിനെ ചിരിച്ചു തുടങ്ങുക. അപ്പം അച്ഛനും പണ്ടേ അച്ഛനായി 2ാം ക്ലാസ്സിലെ അച്ഛനാവൻ തീരുമാനിച്ച ആളാണ്.
പ്ലീസ് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറുപ്പത്തിലെ ഹോബി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ കാലത്ത് അരി മേടിക്കുന്ന ചാക്കുണ്ടല്ലോ, ഈ ചണച്ചാക്ക് പോലത്തെ, അതിലിങ്ങനെ ഡിസൈനൊക്കെ ഉണ്ട്. അപ്പം അരി തീർന്ന ചാക്ക് എടുത്തിട്ട് അതിങ്ങനെ കാപ്പ പോലെ കെട്ടും. അപ്പോൾ എൻ്റെ പൊക്കത്തിനനുസരിച്ച് ചാക്കായിരിക്കും, അപ്പോൾ അതിൻ്റെ നല്ല ഡിസൈനൊക്കെ ഉണ്ടല്ലോ, അപ്പം കാപ്പ പോലെ ഫീൽ ചെയ്യും. അതിനുശേഷം അവിടെ അടുക്കളയുടെ സൈഡിൽ അരകല്ല് വെച്ചിരിക്കുന്ന ഒരു തട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുർബാന പുസ്തകം കൊണ്ടുവച്ച് ഒരു കപ്പക്കോലൊക്കെ ഒരു മൈക്ക് പോലെ കെട്ടി വെച്ചിട്ട് ഞാൻ കുർബാന ചെല്ലും. അപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ വികാരിയച്ഛൻ ചെല്ലുന്ന കുർബാനകളും പാട്ടും അച്ഛൻ പറയുന്ന പ്രസംഗമൊക്കെ ഇങ്ങനെ അച്ഛൻ എന്താണ് ആൾക്കാരെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു, നോക്കുകയും ചെയ്യുമായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് പ്രാർത്ഥനയുടെ ബാക്കി അമ്മച്ചി അടുക്കളയിൽ നിന്നുകൊണ്ട് ആമേൻ പറയണം, അങ്ങനെയായിരുന്നു. സപ്പോർട്ടിന് ആൾ വേണം. അതിനുശേഷം ചിപ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമ്മച്ചിയുടെ വായിൽ വിശുദ്ധ കുർബാന കൊടുക്കും. പിന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് അവർക്ക് അങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കുർബാന ചെല്ലണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. വീട്ടിൽ ഒരു കപ്പേള പണിത് സമൂഹത്തിൽ ഏർപ്പിച്ചു തുടങ്ങിയ ആളാണ്. അപ്പോൾ ഈ മനോഹരമായ ബാല്യത്തിലെ ഈ പ്രകടനങ്ങളും അഭ്യാസങ്ങൾക്ക് ശേഷം അച്ഛനായി കഴിഞ്ഞപ്പോഴുള്ള ഈ പ്രസംഗങ്ങളും ശുശ്രൂഷകളും ധ്യാനങ്ങളും ഒക്കെ ഇപ്പോൾ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർണാടകത്തിലുള്ള ഒരു കക്കിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ പേര് ദർശനവീടെന്നാണ്. അത് ഭയങ്കര മനോഹരമായി. ദർശനവീട് ചാവറപിതാവ് ആദ്യമായിട്ട് ആഗ്രഹിച്ചിട്ട പേരാണ് ദർശനവീട്. ഈ ദർശനവീട് എന്നുള്ള ഈ ധ്യാന കേന്ദ്രത്തിന് ചാവറയച്ഛൻ്റെ ഒരു ദർശനമാണ് ആ പേര്. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് അവിടെ ധ്യാനിപ്പിക്കുമ്പോഴും ഇടവകളിൽ ധ്യാനിപ്പിക്കുമ്പോഴും ചാവറയച്ഛൻ്റെ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്നുള്ള ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ടല്ലോ, ഈ നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു വാക്ക്. ചാവറയച്ചൻ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ മനോഹരമായ കുറച്ച് വാചകങ്ങളാണ്. എങ്ങനെ ഒരു കുടുംബജീവിതം, ഒരു ആത്മാവ്, ഒരു കുഞ്ഞ് ജനിക്കും മുതൽ ആ കുഞ്ഞിൻ്റെ ജീവിതകാലത്തെ എല്ലാ കാര്യങ്ങളും, മരണം വരെയുള്ള കാര്യങ്ങൾ, ഒരു കുടുംബം എങ്ങനെ പോകണം, കൂദാശകൾ എങ്ങനെ സ്വീകരിക്കണം, സാമൂഹിക സാംസ്കാരിക ജീവിതം, എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് ചാവറയച്ചൻ എഴുതിയ 200 വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായ ചെറിയൊരു പുസ്തകമാണ്. എല്ലാവരും കുടുംബങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ്. പ്ലീസ് പറഞ്ഞോളൂ. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി ചാവറച്ചൻ പറഞ്ഞിരിക്കുന്ന അമൂല്യമായ സൂക്തങ്ങളാണത്. അത് നമ്മൾ ധ്യാനത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വചനവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ജനങ്ങളോട് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ചാവറയച്ചൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണല്ലോ, കുടുംബത്തെക്കുറിച്ചായിരുന്നു. കുടുംബങ്ങളുടെ ചാവറപിതാവെന്നാണല്ലോ അറിയപ്പെടുന്നത് തന്നെ. അതെ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണമെന്ന് ചാവറയച്ചൻ്റെ ആദർശം ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, ഒരു കുടുംബം എന്ന് പറയുന്നത് ആകാശമോക്ഷത്തിൻ്റെ സാദൃശ്യം എന്നാണ്. സ്വർഗം പോലെ ആവണം ഒരു കുടുംബം എന്നാണ് ചാവറപിതാവ് പറഞ്ഞത്. തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ സന്യാസികൾക്ക് വേണ്ടി ചാവറയച്ചൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള ചുവരുകളുടെ ബലമല്ല, മറിച്ച് അതിൽ വസിക്കുന്നവരുടെ സ്നേഹവും കൂട്ടായ്മയൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു ആശ്രമത്തിൻ്റെ ബലമെന്നുള്ളത് ഭിത്തിയുടെ കനമല്ല, അതിൽ വസിക്കുന്ന ആത്മാക്കളുടെ എരിവും പുണ്യവുമാണ് എന്നാണ് ചാവറപിതാവ്. അതായത് ഭയങ്കര ആഴമുള്ള ആത്മീയതയാണ് പറഞ്ഞേക്കുന്നത്. അത് എരിവും പുണ്യവുമുള്ള ആത്മാക്കൾ. തീർച്ചയായിട്ടും. അപ്പോൾ അത് ബന്ധപ്പെടുത്തി ഞങ്ങൾ കുടുംബത്തോട് പറയാറുണ്ട്, ഒരു കുടുംബത്തിൻ്റെ ബലമെന്ന് പറയുന്നത് വലിയ മണിമാളികകളോ ഒത്തിരി സമ്പത്തോ അതിനുള്ളിലുള്ള വിലപിടിച്ച ഫർണിച്ചറുകളൊന്നും അല്ല, മറിച്ച് അപ്പനും അമ്മയും മക്കളും കൂടെയുള്ള ഒരു സഹോദരങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധമാണ് ഒരു കുടുംബത്തിൻ്റെ ബലമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ചാവറയച്ചൻ്റെ ചാവറിലൂടെ. എനിക്ക് തോന്നുന്നു ജോണച്ചൻ്റെ ഈ ദിവസത്തെ ഏറ്റവും നല്ല സന്ദേശം, ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ കുടുംബങ്ങൾക്ക് ഏറ്റവും നല്ല സന്ദേശം അത് തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗത്തിന് സാദൃശ്യമാണോ? 2, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബലം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസവും ആഴമായ സ്നേഹവും കൂട്ടായ്മയൊക്കെയാണ്. മനോഹരമായ സന്ദേശമാണ് ചാവറപിതാവിലൂടെ ഇന്ന് ജോണച്ചൻ നമുക്ക് പറഞ്ഞു വെക്കുന്നത്. പ്ലീസ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനും കൂടിയാണ് ചാവറയച്ചൻ. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ചാവറയച്ചൻ്റെ ഒരു പടമുണ്ട്. ചാവറയച്ചൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നൊരു പടം. അതിൻ്റെ പുറകിൽ തിരുക്കുടുംബത്തിൻ്റെ ഒരു ചെറിയ പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുക എന്തുകൊണ്ടാണ് ചാവറയച്ചൻ്റെ ഈ വിശുദ്ധനായിട്ടുള്ള ചാവറയച്ചൻ്റെ പടത്തിന് പുറകിൽ മാത്രം ഇങ്ങനെ ഒരു ചെറിയ തിരുക്കുടുംബത്തിൻ്റെ പടം വെച്ചിരിക്കുന്നത്. സെമിനാരിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാരണം മനസ്സിലായത് തിരുക്കുടുംബത്തിൻ്റെ ഭക്തനായിരുന്നു ചാവറയച്ചൻ. അപ്പോൾ ചാവറയച്ചൻ പറയാറുണ്ട്, തിരുക്കുടുംബത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാമോദീസായിൽ എനിക്ക് ലഭിച്ച വരപ്രസാദം എനിക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ അവസരമുണ്ടായിട്ടില്ല എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണം ഒരു കുടുംബത്തിന് ആവശ്യമാണെന്ന് അറിയാവുന്ന വ്യക്തിയായിരുന്നു ചാവറയച്ചൻ. അപ്പോൾ ചാവറയച്ചനിലൂടെ എല്ലാ കുടുംബങ്ങളും വിശദീകരിക്കപ്പെടുവാൻ
ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളുടെ ചാവർപിതാവ് എന്ന് പറയുന്ന പോലെ കുടുംബങ്ങളുടെ ജോണച്ചൻ എന്ന തലമുറ പറയാനായിട്ട് എല്ലാ കൃപകളും തരട്ടെ. കൂടുതൽ ശക്തമായിട്ട് ഈ ധ്യാന ശുശ്രൂഷ മേഖലകൾ, വചനപ്രഘോഷണ മേഖലകൾ, കുടുംബങ്ങളുടെ മധ്യസ്ഥനാവാൻ എല്ലാ കൃപകളും തരട്ടെ എന്ന് ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ആശംസിക്കുന്നു. ഇപ്പോൾ ജോണച്ചൻ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്മസിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ ഷെയറിങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചാവറച്ചൻ എഴുതിയ നല്ല മനോഹരമായ ഒരു ഗാനമുണ്ട്. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണമെന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ക്രിസ്മസിൻ്റെ അർത്ഥം വരുന്നൊരു പാട്ടും കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം. കാരുണ്യവാരിധിയായ താൻ മാനുഷ കാരണം പാപാതി നീക്കുവാനായി മാനുഷ നീച്ച വേഷത്തെ ധരിച്ചൊരു മാനുഷത്രാതാവെ കാണാകണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം. താങ്ക് യു അച്ഛാ, മനോഹരമായിരിക്കും. താങ്ക് യു. ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ ജോണച്ചൻ പറഞ്ഞതുപോലെ കുടുംബങ്ങളുടെ ചാവർപിതാവിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുടുംബമായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. സുവിശേഷം മുഴുവൻ കുടുംബങ്ങളാണല്ലോ. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു കുടുംബ സ്ഥാപനത്തിലാണ്. ആദത്തെയും ഹവായും ചേർത്ത് വെച്ചിട്ട് ഒറ്റക്കാരിക്ക് നന്നല്ല എന്ന് പറഞ്ഞ പിതാവായ ദൈവം കുടുംബം സ്ഥാപിക്കുന്നു. ബൈബിളിൻ്റെ മധ്യഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് തിരുക്കുടുംബമാണ്. ഈ ലോകത്തെ രക്ഷിക്കുവാനായി രക്ഷകൻ വരുവാനായി മാതാവിനെയും യോസേപ്പിനെയും ചേർത്ത് വെച്ചിട്ട് പിതാവായ ദൈവം തിരുക്കുടുംബം സ്ഥാപിക്കുന്നു. ബൈബിൾ വെളിപാടിൽ അവസാനിക്കുമ്പോൾ മറ്റൊരു വലിയ കുടുംബത്തെ, സ്വർഗീയ ജെറൂസലേമിനെ നമുക്ക് സ്വപ്നം തന്നിട്ടാണ് വെളിപാട് അവസാനിക്കുന്നത്. എപ്പോഴും കുടുംബം തന്നെ ആയിരുന്നു. ഈശോ ആണെങ്കിൽ പോലും ബൈബിളിന് ആദ്യം മുതൽ കാനായിലെ കല്യാണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ ഇല്ലായ്മകളെ ഉള്ളായ്മകളാക്കി മാറ്റി. പിന്നീട് പത്രോസിൻ്റെ അമ്മായിമയെ പനി മാറ്റുവാനായിട്ട് പോയിട്ട് ഒരു പനി എന്ന ഒരു കുഞ്ഞസുഖത്തിൽ പോലും എത്രയോ കരുണ കാണിക്കുന്ന വീട്ടിൽ കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിക്കുന്ന സുഖപ്പെടുത്തുന്ന ഈശോ. ആ ഈശോ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ആരാധനയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിനും ഈശോ വരണം. ഈശോ എൻ്റെ കുടുംബത്തിൻ്റെയും നാഥനായി, ദൈവമായി, രക്ഷകനായിട്ട് വാഴണം എന്ന പ്രാർത്ഥനയോടെ നമുക്കൊന്ന് ചേർന്ന് ഇപ്പോൾ ആരാധനയിലേക്ക് കിടക്കാം. സ്വർഗപിതാവിനെ ആരാധിക്കാം, സത്യസ്വരൂപനെ ആരാധിക്കാം. സ്വർഗപിതാവിനെ ആരാധിക്കാം, സത്യസ്വരൂപനെ ആരാധിക്കാം. ആബാ പിതാവിനെ ആരാധ്യനാഥനെ ആത്മാവിലെന്നെന്നും ആരാധിക്കാം. ആബാ പിതാവിനെ ആരാധ്യനാഥനെ ആത്മാവിലെന്നെന്നും ആരാധിക്കാം. ആരാധന 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 ആരാധന.
പരമപിതാവിനെ ആരാധിക്കാം, പരമോന്നതനെ ആരാധിക്കാം, പരമപിതാവിനെ ആരാധിക്കാം, പരമോന്നതനെ ആരാധിക്കാം. രാജാധിരാജനെ കാരുണ്യരൂപനെ സങ്കീർത്തനങ്ങളാൽ ആരാധിക്കാം, രാജാധിരാജനെ കാരുണ്യരൂപനെ സങ്കീർത്തനങ്ങളാൽ ആരാധിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ മുഴുവനായും അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സർവനന്മയുടെയും ഉറവിടവും സകലത്തെയും പരിപാലിക്കുന്നവനും ക്രമപ്പെടുത്തുന്നവനും സകലത്തിൻ്റെയും കാരണഭൂതനുമായ ദൈവമേ, എല്ലാ ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. പിതാവേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അതിരറ്റ സ്നേഹത്തിനും കാരുണ്യത്തിനും എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. കർത്താവേ, അർഹരല്ലെങ്കിലും നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എങ്കിലും അങ്ങയുടെ മക്കളെപ്പോലെ, ഒരു മകനെപ്പോലെ, മകളെപ്പോലെ നീ ഞങ്ങളെ സ്വീകരിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആരാധനയുടെ വേളയിൽ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗമായ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുഹൃദയത്തിന് എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹവും കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. തമ്പുരാനെ, കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. കടബാധ്യതകൾ, തീരാ രോഗങ്ങൾ, പരസ്പര ഭിന്നത, അവിശ്വസ്തത, കലഹം, എല്ലാ മേഖലകളിലേക്കും അങ്ങ് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സക്കേവൂസിൻ്റെ ഭവനം സന്ദർശിച്ചപ്പോൾ അങ്ങ് അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവേ, ഇന്നത്തെ പ്രത്യേക മറ്റൊരു നിയോഗമായ എല്ലാ സമർപ്പിതരെയും സന്യസ്തരെയും വചനപ്രഘോഷകരെയും സന്യാസികളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വിളവധികം വേലക്കാരോ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്ത കർത്താവേ, നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നല്ല സമർപ്പിതരുണ്ടാകുന്നത്. ഈ നിമിഷം എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും
എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുജനനത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങേക്കായി നിർമ്മലമായൊരു പുൽക്കൂടൊരുക്കാൻ അങ്ങ് കനിയണമേ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവിൻ്റെ വലിയ കാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അവിടുത്തെ അളവറ്റ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദിയാൽ നിറഞ്ഞ് നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം.